ഹായ് ഹലോ. നമ്മൾ വീണ്ടും വയനാട് ചുരം കയറുകയാണ്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നതേ വയനാട്ടിലെ കാഴ്ച കാണാനല്ല. വയനാട് ചുരം കണ്ടോ, മഞ്ഞ് പുതച്ച് കിടക്കുന്ന റോഡുകളാണ് ഇപ്പോൾ വയനാട്ടിൽ. നല്ല അടിപൊളി കാഴ്ചയാണിത്. ഇപ്പം സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്, ഉച്ചയ്ക്ക്. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച, മഞ്ഞ് പുതച്ച് കിടക്കുന്ന ചുരം. നമ്മൾ പോകുന്നതേ ഇതുപോലെ ഏത് സമയവും മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു ട്രെൻഡിങ് ആയ ഒരു സ്ഥലത്തേക്കാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. ആനയും മാനും കടുവയും കാട്ടുപോത്തും തുടങ്ങിയ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാടിനുള്ളിലൂടെയുള്ളൊരു യാത്ര. വളരെ മനോഹരമായ ഒരു കിടിലൻ യാത്രയാണിത്. ആ യാത്രയുടെ ദൃശ്യം നിങ്ങൾക്ക് മുമ്പിലൊക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. നമ്മൾ വയനാട്ടിലോട്ട് ഈ യാത്ര നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് വയനാട്ടിൽ ചുരം ഇടിഞ്ഞത്. വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഈ പോണ പോക്കിൽ ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം കുറച്ച്. അപ്പോൾ ആ ചുരം ഇടിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. ഓണത്തിന് മുന്നേ പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു അത്. പക്ഷേ ചുരം ഇടിയുകയും നമ്മുടെ യാത്ര മാറ്റി വെക്കുകയുമാണ് ചെയ്തത്. വ്യൂ പോയിൻറ്റിൻ്റെ അടുത്താണ് ചുരം ഇടിഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മളെ യാത്ര ചുരം ഇടിഞ്ഞതുകൊണ്ടാണ് മാറ്റി വെച്ചത്. ഇവിടെയാണ് ചുരം ഇടിഞ്ഞു വീണത്. ഇതുണ്ടോ, അവിടെ കയറൊക്കെ കെട്ടി ബന്ധസ്ഥായിക്ക് വെച്ചിരിക്കുകയാണ്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മൾ ബത്തേരി ഗ്യാരേജിലെത്തിയിരിക്കുകയാണ്. ബത്തേരി ഗ്യാരേജിൽ നിന്നുമാണ് നമ്മുടെ KSRTC ബസ്സിൽ നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാടിനുള്ളിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യാത്ര. അതെ, മുത്തങ്ങ ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. അവിടെയാണ് ആനയും കടുവയും കാട്ടുപോത്തും മാനും എല്ലാ മൃഗങ്ങളും ഉള്ളതാണ്. അതിലൂടെയുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും നമുക്ക് മൃഗങ്ങളെ പ്രതീക്ഷിക്കാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുണ്ടൽപേട്ടയാണ്. ഗുണ്ടൽപേട്ട ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ പൂക്കളുടെ നാടാണ്. നമുക്കപ്പം കൃഷിയിടങ്ങളുടെ നാടാണ്. അതുപോലെ പൂപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. കാട് മാത്രമല്ല കേട്ടോ, നല്ല പൂപ്പാടങ്ങൾ കാണാം, അതുപോലെ തന്നെ നല്ല കൃഷിയിടങ്ങൾ കാണാം. അങ്ങനെ ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി 77 രൂപ. അപ്പം നമുക്ക് ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ടയ്ക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 77 രൂപയാണ്. ഈ കാടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഏതെങ്കിലും മൃഗങ്ങളെ കാണുന്നുണ്ടോ എന്നായിരിക്കും. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതല്ലേ. ഇത് മുത്തങ്ങ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളാണ്, സഫാരി നടത്താൻ.
ഞാനും അങ്ങോട്ട് അടുത്ത് തന്നെ ഒരു യാത്ര നടത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് കാണാം. ഇത് പൊൻകുഴി ശ്രീരാമക്ഷേത്രമാണ്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങുന്നത് ശരിക്കും. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോഴേ ഇതാ ഈ ഇടതുവശത്ത് നോക്കിയാൽ ഒരു കൂട്ടം മാൻകൂട്ടങ്ങളെ കാണാം. ഒരുപാട് മാനുകളുണ്ട്. നമ്മൾ ആദ്യം കണ്ട കാഴ്ച ഇത് തന്നെയാണ്. കുറച്ച് ദൂരെയാണെങ്കിലും നമ്മൾ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. കണ്ടോ, കുറേ മാനുകളുണ്ട്. അതാണ് നമ്മൾ ആദ്യം കണ്ട കാഴ്ച. ഇനിയും കാഴ്ചകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നോക്കാം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. മുന്നൂറ്റി 44.44 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നമ്മുടെ മുത്തങ്ങ വനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആന, മാൻ, ബംഗാൾ കടുവ തുടങ്ങിയ ഒരുപാട് വന്യജീവികളും ഒരുപാട് പക്ഷികളും അടങ്ങിയ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. 1973 ഇത് വന്യജീവി സങ്കേതമായിട്ട് സ്ഥാപിതമായത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നാഗർകോള, ബന്ദിപ്പൂർ, മുതുമലൈ ഫോറസ്റ്റുകളും സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിൽ 2 പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഒന്ന് തോൽപ്പെട്ടിയും ഒന്ന് മുത്തങ്ങയും. രണ്ടും കർണാടകയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. നമ്മളിങ്ങനെ പോകുമ്പം വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല. ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവിടെ ഏതോ മൃഗമുണ്ടെന്ന്. നമ്മുടെ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ആന ഉണ്ടായിരുന്നു. അതിനാണ് അവർ നോക്കിയിരുന്നത്. എനിക്ക് ആനയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഇരുന്നത്. ബസ്സുകൾ വിട്ടു പോവുകയാണല്ലോ. അതായത് ഈ ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനത്തിലാണെങ്കിൽ ശരി, ഏത് വാഹനത്തിലാണെങ്കിൽ ശരി, ഫോറസ്റ്റിൽ നിർത്തിയിടാൻ പാടില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റിൽ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല. അതൊക്കെ ശിക്ഷാർഹമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഏത് സമയവും മൃഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ വാഹനങ്ങൾ നിർത്തിയിടരുത്. എന്തുകൊണ്ടോ നമുക്ക് വേറെ അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് സിംഹവാലൻ കുരങ്ങും മയിലിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് ഗുണ്ടൽപേട്ടയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ്. നല്ല മനോഹരമായ പൂപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം.
ഈ സമയങ്ങളിൽ നമ്മൾ ഇതിലെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് എല്ലാ പൂപ്പാടങ്ങളുടെ മുന്നിലും ആളുകൾ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇത് സൂര്യകാന്തി പൂവുണ്ട്, അതുപോലെ തന്നെ ചെണ്ടുമല്ലിയോ ആ സാധനവും. നമ്മുടെ ഈ യാത്രയിൽ നമ്മളും പൂപ്പാടം കാണുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അത് ഇവിടെയല്ല, നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് പൂപ്പാടങ്ങൾ സന്ദർശിക്കുന്നത്. നമ്മളീ കാണുന്നത് കാബേജ് തോട്ടങ്ങളാണ്. കാബേജ് കൃഷി ചെയ്യുന്ന ഇടമാണ്. അതുപോലെ തന്നെ കോളിഫ്ലവർ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്, ചോളം ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ യാത്രയിൽ കാണുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കണ്ടോ വേറൊരു പൂപ്പാടം. അതുപോലെ തന്നെ ഇവിടെ വേറെ കൃഷി ഇറക്കാനായിട്ട് അവർ നന്നാക്കിയിടുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ യാത്ര ചെയ്തു പോകുന്നതേ ഗുണ്ടൽപേട്ടയിലുള്ള ഒരു ട്രെൻഡിങ് സ്പോട്ടിലോട്ടാണ്. അവിടേക്ക് നമുക്ക് പോയി വരാൻ ആകപ്പാടെ ചിലവായതേ 300 രൂപയാണ്. അതും സുൽത്താൻ ബത്തേരിയിൽ നിന്നും നമ്മൾ ആ സ്പോട്ടിൽ പോയി തിരിച്ചു വരാനുണ്ടായ ചിലവാണ് വെറും 300 രൂപ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞു തരുന്നതാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ ഒരു 7:15 ബത്തേരിയിൽ നിന്നും വന്നത്. ഇവിടുത്തെപ്പോൾ ഒരു 8:45. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ഇരിക്കുകയാണ്. ആ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.